ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NRLOS കുമരകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ്. നമ്മൾ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എല്ലാ ചെറുതൽക്കും NRLOS കുമരകത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വാഴ ഇക്കരെ കണ്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് താഴേക്ക് ഇതേ വരും. അപ്പോൾ ഇവിടെ കാണാം നമ്മൾ വിളവെടുക്കുന്നത്. ചെറിയ കൊലയാണല്ലോ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഓണത്തിന് സമയത്ത് ഏകദേശം കൊല വെട്ടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. 3 പാളയം കുടനും അതുപോലെ തന്നെ ഒരു ഏത്തവാഴയുണ്ട്. അപ്പം ബാക്കിയുള്ള കൊലകളൊക്കെ നമ്മൾ അടുത്തൊരു വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല, കുറച്ച് സർപ്രൈസ് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് സർപ്രൈസ് അല്ല, പക്ഷേ നിങ്ങൾക്ക് അത് സർപ്രൈസ് ആയിരിക്കും. കാരണം ഇന്ന് വരെ നിങ്ങളത് കണ്ടിട്ടില്ല. നമ്മുടെ അടുക്കള തോട്ടത്തിലോ അല്ലെങ്കിൽ വിളവെടുപ്പ് വീഡിയോകളിലോ ഒന്നും ഇതുവരെ കാണിക്കാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ. അപ്പോൾ ആ സർപ്രൈസ് ആണിത്. ഇത് റംബൂട്ടാനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു റംബൂട്ടാൻ നന്നായിട്ട് കിളുത്ത് വരുന്നത്. ഈ റംബൂട്ടാന് നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പരിപാലനം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതും, അപ്പോൾ അതിൻ്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മളതുപോലെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നൊരു ഗിഫ്റ്റായിരുന്നു ഇത്. നമ്മുടെ NR ഫാമിലിയിൽ തന്നെ ഒരു മെമ്പർ തന്നതാണ്. അതിനുശേഷമാണ് നമുക്ക് ഓരോ ഗിഫ്റ്റുകളും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റും കാണിക്കുന്നത്. നമ്മളത് മണ്ണിൽ വെക്കാനോ അല്ലെങ്കിൽ അതൊരു ചാക്കിൽ വെക്കാനൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഇത് നമ്മൾ കൊണ്ടുവന്ന് ചാക്കിൽ വെച്ചതിന് ശേഷം കുറച്ച് മാസങ്ങൾക്കകം തന്നെ മഴ വന്ന് വെള്ളം പൊങ്ങി അതുപോലെ തന്നെ കാറ്റൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഇത് കരിഞ്ഞു പോയി. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട എന്തൊക്കെയാണ് നമ്മൾ വളങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്ന് നിങ്ങൾ ഒരു കമൻറ്റ് രൂപത്തിൽ അറിയിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു റംബൂട്ടാൻ്റെ തൈ തന്ന സബ്സ്ക്രൈബറിനുള്ള നന്ദി അറിയിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NRLOS കുമരകം. ബൈ.